ഹായ്, എന്റെ പേര് ഡോറ. ഞാൻ വിളിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇപ്പോഴെങ്കിലും ഞാൻ വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ ഉറക്കെ പതുക്കെ എന്ന കളി കളിക്കുന്നു. ഇങ്ങനെ ഒച്ച വെച്ച ഉറക്കെ എന്നർത്ഥം. ഇങ്ങനെ പറഞ്ഞ പതുക്കെ എന്നർത്ഥം. ഉറക്കെ പതുക്കെ ഉറക്കെ. ഓ ഓ പതുക്കെ. ഹായ് ബുജി. ഡോറ. ഏ ബുജി, നീ ഒരു വിചിത്രമായ ശബ്ദം കേട്ടോ? എന്ത് ശബ്ദം അത്? എനിക്ക് അറിയില്ലല്ലോ ഡോറ. ഒരു പക്ഷെ ഇടി വെട്ടിയതായിരിക്കോ? ഒരു പക്ഷെ അതൊരു ഭയങ്കരമായ മൃഗമായിട്ടുണ്ടാവും ഡോറ. ഞാൻ ഇതുപോലത്തെ വ്യത്യസ്തമായ ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടേയില്ല. അത് എന്ത് ശബ്ദമാണെന്ന് കണ്ടുപിടിക്കാം. അത് എന്ത് ശബ്ദമാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. കണ്ടുപിടിക്കാം. ആ ശബ്ദം എന്താണെന്ന് നമ്മൾ തീർച്ചയായിട്ടും കണ്ടുപിടിച്ചേ പറ്റൂ ഡോറ. പക്ഷെ ശബ്ദം എവിടെന്നാ വരുന്നത് മനസ്സിലാവുന്നില്ല ഡോറ. സാധാരണ നമുക്ക് വഴി അറിയാത്തപ്പോ നമ്മൾ ആരോടാണ് വഴി ചോദിക്കാ? മാപ്പിനെ വിളിച്ചാലേ വഴി കിട്ടൂ. മാപ്പ് ഈ ശബ്ദം എവിടെന്നാ വരുന്നതെന്ന് നമ്മളോട് പറയും. അതെ. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. നിങ്ങൾ മാപ്പിനെ വിളിച്ച് ഈ ശബ്ദം എവിടെന്നാ വരുന്നതെന്ന് ചോദിച്ചു പറയാമോ? അതിന് നിങ്ങൾ എല്ലാവരും മാപ്പെന്ന് പറയൂ. ഇനിയും ഇത്തിരി ഉറക്കെ പറയൂ. വന്നു ഞാൻ. 6 കാട് മഞ്ഞത്താഴ്വര. നമ്മൾ എവിടെ പോയാ ശബ്ദത്തെ കണ്ടുപിടിക്കാം? ആറ് കാട് മഞ്ഞൾ നിര താഴ്വര. ആദ്യം നമ്മൾ എല്ലാവരും ഒന്നിച്ചു പോയി ആ ശബ്ദമുണ്ടാക്കുന്ന ആറ്റിനെ കടക്കണം. അതിനുശേഷം നമ്മൾ ശാന്തമായ കാടിന്റെ ഉള്ളിൽ ചെന്ന് അവസാനമായി ആ മഞ്ഞൾ നിര താഴ്വരയ്ക്ക് ചെന്ന് ആ ശബ്ദത്തെ കണ്ടുപിടിക്കണം. നിങ്ങളുടെ സഹായത്തിന് നന്ദി. വരൂ പോകാം. ആ ശബ്ദം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കേ, കണ്ടുപിടിക്കാം. പക്ഷെ നമ്മൾ ആദ്യം ആ ശബ്ദം ഉണ്ടാക്കുന്ന ആറ്റിനെ കടക്കണ്ടേ? നിങ്ങൾ ആറ്റിനെ കാണുന്നുണ്ടോ? എവിടെയുള്ളത്? അതാ ആരവിടെ ഉണ്ട് ഡോറ. പോവാം ബുജി, നമുക്ക് ആ ശബ്ദം എന്താന്ന് കണ്ടുപിടിക്കാം. ഇവിടെ കണ്ടോ ബുജി, ഇതാണ് ആ ശബ്ദം ഉണ്ടാക്കുന്ന ആരെന്ന് തോന്നുന്നു. അതെ, ഈ ആര് ശബ്ദമിട്ട് കൊണ്ട് ഒഴുകുന്നുണ്ടല്ലോ ഡോറ. നമുക്ക് ഈ ആര് കടന്നാലേ ആ ശബ്ദം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ ഡോറ. നമ്മൾ എങ്ങനെ ഈ ആറ്റിനെ കടക്കാൻ പോവാ? അതെനിക്കറിയില്ല. നമുക്ക് ആരെങ്കിലും സഹായിച്ചാലേ നമ്മൾ ഈ ആറ്റിനെ കടക്കാൻ പറ്റൂ. ഞങ്ങൾക്ക് ഈ ആറ്റിനെ കടക്കാനുള്ള ഏതെങ്കിലും സാധനം നിങ്ങൾ കാണുന്നുണ്ടോ? തോണിയാണോ? ഏത് തോണി ഉടയാത്തതോ, ഏത് തോണിയിൽ ജീവൻ രക്ഷിക്കുന്ന ഉപകരണമുണ്ടോ അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഭദ്രമായിട്ട് പോകാൻ പറ്റൂ. ഇപ്പൊ ഏത് തോണിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? നീല തോണിയാണോ? നന്ദി. പക്ഷെ നമ്മൾ എങ്ങനെ അക്കരയ്ക്ക് പോകും ഡോറ? അങ്ങോട്ട് നോക്കൂ ബുജി. അത് നമ്മളുടെ അണ്ണാൻ കൂട്ടുകാരൻ ടിക്കോ. നമ്മൾ ടിക്കോനോട് പറഞ്ഞ ആ തോണി ഇക്കരയ്ക്ക് എടുത്തോണ്ട് വരാൻ പറയാമോ? ടിക്കോയെ വിളിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യ. പ്ലീസ് ടിക്കോ എന്ന് വിളിക്കൂ. ടിക്കോ. ഇനിയും ഉറക്കെ വിളിക്കൂ. ടിക്കോ. ഡോറ, ബുജി.